ഹായ് എവരിബഡി. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. SLCക്കാർക്കുള്ള വീഡിയോ തന്നെയാണ്. ടുൻഡ്ര റീജിയനിലെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ടുൻഡ്ര റീജിയൻ രണ്ടായിട്ട് തിരിക്കാം, നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ആർട്ടിക് തുന്ദ്രയും ആൽപൈൻ തുന്ദ്രയും. ആർട്ടിക് തുന്ദ്ര റീജിയനിൽ പെടുന്നത് നോർത്ത് ഓഫ് ടൈഗ, നോർത്തേൺ കാനഡ, സൈബീരിയ, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, സ്കാൻഡിനേവിയ എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ആൽപൈൻ ടുൻഡ്ര എന്ന് പറയുന്നത് ഹൈ മൗണ്ടനസ് റീജിയൻ ആയിട്ടുള്ള, ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻ ആയിട്ടുള്ള ലഡാക്കിനെ പോലത്തെയുള്ള സ്ഥലങ്ങളെ കുറിച്ചിട്ടാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് വളരെയധികം ഹാർഷ് ആയിട്ടുള്ള ക്ലൈമറ്റാണ്. ഷോർട്ട് സമ്മേഴ്സും ലോങ് വിൻറ്റേഴ്സോട് കൂടിയിട്ടാണ് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ക്ലൈമറ്റ്. ലോ മീൻ ആനുവൽ ടെമ്പറേച്ചർ, അത് മിഡ് വിൻ്റർ ടെമ്പറേച്ചർ വരുന്നത് -25-ൻ്റെയും -35 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഇടയ്ക്കും. സമ്മേഴ്സിലെ ടെമ്പറേച്ചർ ചില സമയങ്ങളിൽ, ചില വീക്സിൽ മാത്രം 0 ഡിഗ്രിയേക്കാളും മുകളിൽ വരും. അപ്പോൾ വളരെ തണുത്ത ഒരു പ്രദേശം തന്നെയാണ്, സ്നോ കവേർഡ് ആയിട്ടുള്ള പ്രദേശം തന്നെയാണ് തുന്ദ്ര റീജിയൻ എന്നാണ് പറഞ്ഞു വരുന്നത്. ഇവിടുത്തെ പ്രോമിനൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് കറൻറ്റ് പൊസിഷൻ ഓഫ് ദ സൺ കാരണം കൊണ്ട് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ആ സമയത്ത് സൺ. അതുകൊണ്ട് ഈ നോർത്ത് പോളിൽ എപ്പോഴും 6 മാസം സൺ സെറ്റ് ആവാതെ നിൽക്കും. അതുകൊണ്ട് തന്നെ ഡേ ടൈം തന്നെ ആയിരിക്കും 6 മാസത്തേക്ക്. അതുപോലെ അപ്പാരൻറ്റ് പൊസിഷൻ ഓഫ് ദ സൺ ഇൻ ദ സൗത്ത് ഹെമിസ്ഫിയർ, സദേൺ ഹെമിസ്ഫിയറിൽ പോകുന്ന സമയത്ത് നോർത്ത് പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് 6 മാസം രാത്രിയാണ്, നൈറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സ്നോ സ്റ്റോംസ് ബ്ലോ ചെയ്യുന്നുണ്ട്. അതിനെ ബ്ലിസാർഡ്സ് എന്നാണ് പറയുക. അത് ബ്ലോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഹെവിയർ ആയിട്ടുള്ള സ്നോഫോളാണ് ഇവിടെ സംഭവിക്കുക. പിന്നെ ഇവിടുത്തെ വെജിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് വിൻറ്റേഴ്സുമാണ്, ഇൻസഫിഷ്യൻറ്റ് സൺലൈറ്റുമാണ്. അത് കാരണം കൊണ്ട് തന്നെ ഇവിടെ ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ പറ്റില്ല. ഒരുപാട് എന്ന രീതിയിലൊന്നും മരങ്ങളും കാണില്ല, ജന്തുവർഗത്തിനെയും ഒന്നും നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. അതായത് ഇവിടുത്തെ ഡൈവേഴ്സിറ്റി ഒരുപാട് ഉണ്ടാവില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. മോസസ്, ലിച്ചൻസ്, സെഡ്ജസ്, ബുഷസ് ഒക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് കാണുക. ഡോർഫ് വില്ലോസും സ്റ്റണ്ടഡ് ബെർച്ചസ് ഇവിടെ കാണപ്പെടും. അതുമാത്രമാണ് ഇവിടെ ഹാർഷ് ക്ലൈമറ്റിക് കണ്ടീഷൻസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്, ഓവർകം ചെയ്യാൻ പറ്റുന്നത് അതിന് മാത്രമാണ്, ആ ചെടികൾക്ക് മാത്രമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കുള്ളനായിട്ടുള്ള ചെറിയ ചെറിയ ചെടികളാണ് ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ടാണ് ഇവിടുത്തെ അനിമൽസ് ജീവിക്കുന്നത്, അതായത് ഹെർബിവേഴ്സ് ആയിട്ടുള്ള അനിമൽസ്. ഇപ്പോൾ റെയിൻഡിയേഴ്സ്, ആർട്ടിക് ഫോക്സസ്, വൂൾസ്, പോളാർ ബിയേഴ്സ്, മസ്ക് ഓക്സൻ, ആർട്ടിക് ഹെയർസ് ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള അനിമൽസ് വരുന്നത്. ഹ്യൂമൻ ലൈഫ് ഇവിടെ ഹാർഷ് ആയിട്ടുള്ള ക്ലൈമറ്റിക് കണ്ടീഷൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ തനതായിട്ടുള്ള രീതിയിലുള്ള ആൾക്കാർ, ട്രൈബ്സ് മാത്രമാണ് ഇവിടെ കൂടുതലായിട്ട് ജീവിക്കുന്നത്. പിന്നെ അത് ഇൻഹാബിറ്റ് ചെയ്യപ്പെടുന്നത് നോമാഡിക് ട്രൈബ്സ് കൊണ്ടാണ്. ഈ ഒരു റീജിയൻ സ്പാസ്ലി പോപ്പുലേറ്റഡ് ആണ്, വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് ഈ പ്രദേശത്ത് ഉണ്ടാവുക. പ്ലാറ്റോസും മൗണ്ടൻസും ഒക്കെ ഈ പ്രദേശത്ത് ഉണ്ടെങ്കിലും അതെല്ലാം പെർമനൻ്റ്ലി സ്നോ കവേർഡ് ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നും താമസയോഗ്യമല്ല എന്നാണ് ഈ ഒരു പോയിൻറ്റിൻ്റെ അർത്ഥം. ഓക്കെ, മേജർ ആക്ടിവിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഹണ്ടിങ്ങും ഫിഷിങ്ങും മാത്രമാണ് ഇവിടുത്തെ ആൾക്കാരുള്ളത്. മൈനിങ്ങും ഉണ്ട് ചെറിയ രീതിയിൽ. അപ്പോൾ ഇവർ ഹണ്ട് ചെയ്ത ഫിഷസ്, ഫർ ബിയറിങ് അനിമൽസ്, ബേർഡ്സ് ഒക്കെ ഇവർക്ക് എല്ലാ സാധനങ്ങളും, അതായത് അവർക്ക് വേണ്ട ഫുഡ്, ക്ലോത്തിങ്, വെപ്പൺസ്, ടൂൾസ്, ഈവൻ യൂട്ടൻസിൽസ് അടക്കം ഈ ഹണ്ട് ചെയ്തതിൽ നിന്ന് അവർക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ബോൺസ് കൊണ്ടും അവരുടെ വേറെയുള്ള അതർ പാർട്സ് ഓഫ് ദ അനിമൽസ് കൊണ്ട് ഈ സംഭവങ്ങളൊക്കെ അവരുണ്ടാക്കും. കൂടുതലും എസ്കിമോസ് ആണ് ഇവിടെ താമസിക്കുന്നത്. നൊമാഡിക് ട്രൈബ്സ്, എസ്കിമോസ് ഒക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ എസ്കിമോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അവർ സ്നോ കവേർഡ് ആയിട്ടുള്ള റീജിയനിൽ ഇഗ്ലു ഒക്കെ ഉണ്ടാക്കി അങ്ങനെ താമസിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളാർ എസ്കിമോസ് ലീഡ് പ്രിമിറ്റീവ് ലൈഫ് സ്റ്റൈൽ. മുമ്പൊക്കെ വളരെ അധികം മോഡേൺ എമ്യൂണിറ്റീസ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് അവർ ജീവിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് വന്നിട്ടുണ്ട്, ഒരുപാട് ട്രെമൻഡസ് ആയിട്ടുള്ള ചേഞ്ചസ് അവർക്ക് വന്നിട്ടുണ്ട്. യൂറോപ്യൻ സൈഡിലെ കോൺടാക്ട് കാരണം കൊണ്ടാണ് ഇരിക്കുന്നത്. എസ്കിമോസ് ഇപ്പോൾ, അതായത് നവഡേയ്സ് എസ്കിമോസ് ലീഡ് എ ലൈഫ് വിത്ത് മോഡേൺ എമ്യൂണിറ്റീസ്. ഒരുപാട് മോഡേൺ ആയിട്ടുള്ള ഫെസിലിറ്റീസോട് കൂടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. സ്പീഡ് ബോട്ട്സ് യൂസ് ചെയ്യും ഫിഷിങ്ങിന്. ഫർ ബിയറിങ് അനിമൽസിനെ കമേഴ്ഷ്യലി റിയർ ചെയ്യുന്നുണ്ട്, വളർത്തുന്നുണ്ട്. സ്കൂൾസ്, അവരുടെ കുട്ടികൾക്കായിട്ട് സ്കൂൾസ് കാനഡയിലും അലാസ്കയിലും ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഹേർഡ്സും കൊണ്ട് നൊമാഡിക് ലൈഫ് ജീവിക്കുന്ന ആൾക്കാർ ഒരുപാട് ഇന്നും യുറേഷ്യൻ ടുൻഡ്രയിൽ ഇന്നുണ്ട് എന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. മൈനിങ് ഇസ് ഡൺ ഇൻ എ കൺസിസ്റ്റൻറ്റ് വേ. മൈനിങ്ങും ചെയ്യപ്പെടുന്നുണ്ട്. സീരിയൽസ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഷോർട്ട് ഗ്രോയിങ് പീരിയഡിൽ, ചെറിയൊരു സമയത്ത് സമ്മേഴ്സിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ചെയ്യപ്പെടുന്നത്, സീരിയൽസ് ഗ്രോ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇവിടുത്തെ ക്ലൈമാറ്റിക് ചേഞ്ച് കാരണം കൊണ്ടുള്ള ചാലഞ്ചസ് എന്താ വെച്ചാൽ പെർമാഫ്രോസ്റ്റ് മെൽറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് സ്നോ കവേർഡ് ആയിട്ടുള്ള ആ റീജിയൻ ഇപ്പോൾ മെൽറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് സ്നോ. അത് കാരണം കൊണ്ട് തന്നെ, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗ്ലോബൽ വാർമിംഗ് കാരണം കൊണ്ടാണ് അത് മെൽറ്റ് ആവുന്നത്. അത് നമ്മുടെ ഇക്കോസിസ്റ്റത്തിനെയും എൻവയോൺമെൻറ്റൽ ഇക്വിലിബ്രിയത്തിനെയും ബാലൻസിനെയും നല്ലോണം ബാധിക്കുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.